തളന്നു. ഹലോ സുമേ, ഞാൻ വീട്ടിലെത്തി സുമേ. അതെയോ? ഞാൻ കണ്ടില്ല. അതെ, എൻ്റെ വണ്ടി ഒന്ന് കേടായി. അപ്പൊ പിന്നെ ഞാൻ വഴിയിൽ ആ വണ്ടി പിന്നെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് നടന്നു. ഇല്ല, കുറച്ച് ദൂരം. എന്താ? എന്ത് ഉപകാരം ചോദിക്കൂ, പറയൂ. ഉണ്ടല്ലോ, ഇവിടെ വീട്ടിലുണ്ട്. അതിനെന്താ? ഞാൻ നാളെ വരുമ്പോ കൊണ്ടുവരാം. രാവിലെ ഞാൻ വരുമ്പോ കൊണ്ടുവരാം. അത് ഒന്ന് തേച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. എന്താ? ഒരു ബുദ്ധിമുട്ടില്ല. അതിനെന്താ? കൊണ്ടുവരാം. നേരത്തെ നമ്മളെടുത്ത ഫോട്ടോ ഒക്കെ എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. ഞാൻ മാമൻ അയച്ചു. അതിനകത്ത് ആ പൂച്ചയുടെ മീശ വരുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അത് ഞാൻ വാട്സപ്പിൽ ഒന്ന് അത് നല്ല രസമുണ്ട്. രസമുണ്ടല്ലേ? ഇത് കണ്ടാ ഞങ്ങൾ എടുത്ത സെൽഫി? നന്നായിട്ട് പറ്റിയ പ്രായോ. അതെ, പ്രായത്തിനനുസരിച്ചിട്ടേ ഈ പിള്ളേരുടെ നിൽക്കുമ്പോഴേ ഒരു മയമൊക്കെ വേണം. അയ്യോ, ഒരു കാര്യം പറയാൻ പറ്റൂ. എടി, നമ്മുടെ രാജശേഖരനെ അറിയാവോ? നമ്മുടെ കുടുംബ വീടിന്റെ തെക്കുവശം താമസിക്കുന്നേ, കിഴക്കാന്തൂക്കിലെ. കിഴക്കാന്തൂക്കിലെ രാജശേഖരന് ഇപ്പൊ അവന് കല്യാണം കഴിച്ചൊക്കെ നിനക്ക് അറിയാമോ? അവന് ഭാര്യയും 2 പിള്ളേരും ഒക്കെ ഉണ്ട്. ആ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പൊ കൃത്യമായിട്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു പ്രശ്നമായി. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്ത്രീയായിട്ട് ചെറിയൊരു ബന്ധമൊക്കെ ആയിട്ട് ഇപ്പം അവരുടെ കൂടെ. ഇപ്പൊ അവൻ പെണ്ണിന്റെ കൂട്ട് തന്നെ 2 പെൺപിള്ളേരാ അയാൾക്ക് ആദ്യത്തെ കല്യാണത്തിൽ. ഇപ്പൊ പെൺപിള്ളേരെയും നോക്കുന്നില്ല, ഭാര്യയും നോക്കുന്നില്ല. അവനിപ്പോ അവന്റെ കൂടെ അല്ല, അവനിപ്പം അവളുടെ കൂടെ. അവള് അവന്റെ കൂടെ. ഭാര്യയും മക്കളും ഒറ്റയ്ക്കായി പോയില്ലേ? നോക്കണേ, ഇന്നത്തെ കാലത്ത് ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ ഒരുമ്പിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ഏത് ലെവലിലെത്തും ആലോചിച്ച് നോക്കണ്ടേ? ഒന്നുകിൽ ആ പെണ്ണും പിള്ളേക്ക് മനസാക്ഷി വേണം, കുടുംബമുള്ള ഒരുത്തനാണെന്നുള്ളത്. അല്ലെങ്കിൽ ആ ഭർത്താവിനൊരു ചിന്ത വേണം, ഭാര്യ 2 മക്കളുള്ളതാണ്. അല്ലേ? അതെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉത്തരവാദിത്വം വേണം. അതെ, ഞാൻ പറഞ്ഞു. ഇനി എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കൊന്നും വേണ്ട. പിന്നെന്താ, ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരും. ഉറപ്പല്ലേ? പിന്നെ ഈ പെണ്ണിന്റെ ഒരു ആരാന്ന്? അത് ഓഫീസിൽ നിന്ന്. ഓഫീസിൽ നിന്ന് ആയിട്ട്? അല്ല, സുമലതയായിരിക്കും. അതെ. അല്ലേ? ആരാന്ന് തെളിച്ചു പറ. സുമ. മനസ്സിലായില്ല കാര്യങ്ങളൊക്കെ. സുമലത. എന്തിനു വിളിച്ചേ? അത് ഓഫീസിലൊരു കാര്യം പറയാൻ വേണ്ടി. ഓഫീസിലത്തെ കാര്യം? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ ഒരുമിച്ചിരുന്ന് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കളിച്ചിരിച്ചൊന്നും മതിയായില്ലായിരിക്കും അല്ലേ? ഇനി തിരിച്ചു വരണ വഴിക്ക് ഫോൺ വിളിച്ചോണ്ട് വരണമായിരിക്കും. ഞാൻ ആ രാജശേഖരന്റെ കഥ പറഞ്ഞു. മനസ്സിലായി ചേട്ടാ, എല്ലാം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് രാജശേഖരൻ? ആ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അളിയനോട്. എന്തിനു വിളിച്ചേ? അത് ഓഫീസിലൊരു കാര്യം. അല്ല, അത് പെങ്ങളെ, അതെ, അളിയന് സ്വാഭാവികമായിട്ട് ഇച്ചിരി മറവിയുണ്ടല്ലോ. ഓഫീസിലെ ഫയൽ വല്ലതും ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കാണും. നാളെ രാവിലെ വരുമ്പോ ആ ഫയലൂടെ എടുത്തു വരാൻ വേണ്ടിയായിരിക്കും സുമലത വിളിച്ചത്. ഇല്ലയോളിയാ? ആണോ? 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 പാവോ അച്ഛൻ, ഈ അച്ഛനാണല്ലോ അമ്മ സംശയിച്ചത്. കേട്ടോ മാമ, ഇവിടെ മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാവണം എന്തെന്നറിയോ? സുമലത ആന്റിയുടെ കാര്യം പറഞ്ഞിട്ടാണ്. ആന്റിയുടെ കാര്യം പറഞ്ഞ ഓടെ അമ്മയുടെ മുഖം മാറണ കാണണം. ഓടെ സങ്കടമായി, ദേഷ്യമായി, വഴക്കായി, ഒന്നും പറയണ്ട. അല്ല, അതിപ്പോ അവളെ കുറ്റം പറഞ്ഞോണ്ട് കാര്യമുണ്ട്. നമ്മുടെ രാജശേഖരന്റെ കഥ തന്നെ. ഏത് രാജശേഖരൻ? ആ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അളിയാ. നിങ്ങൾ അറിയണം, ഈ കഥ അറിഞ്ഞേ പറ്റുമോ? നിങ്ങളുടെ തന്നെ പോലെ ഒരു പാവം കൊച്ചാന്നേ. എടാ, അത് മാത്രമല്ല പെങ്ങളെ, ഇനി ഇപ്പോഴേ ചിലപ്പോ അളിയം ഇപ്പൊ വിളിച്ചു പറഞ്ഞ പിന്നെ മറക്കും. അതുകൊണ്ട് രാവിലെ ഒരിക്കൽ കൂടി സുമലത വിളിക്കും. സാറേ, മറ്റേ ഫയൽ എടുക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞു. ഇല്ലയോളിയാ? നാളെ വീണ്ടും വിളിക്കുന്നു. നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ രാത്രി രാവിലേക്ക് വിളിക്കാൻ. ഇല്ല മണി. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ സാധനത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ആ പെണ്ണുമ്പോഴാണ് പേര്. പേര് പറയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ആ പേര് കേൾക്കുമ്പോഴാണ് കലി വരുന്നത്. ഇപ്പൊ സിനിമ നടി സുമലതയുടെ പേര് പോലും എനിക്ക് ഇഷ്ടമല്ല. ആ പാട്ടൊക്കെ പാട്ട് എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ ടി വി അടിച്ചു പൊട്ടിക്കുന്നു. നീ എത്ര തവണ കണ്ടു? ഇനി ഞാൻ കാണൂല ജന്മത്ത്. അത്ര പുറത്തുപോയി ഇങ്ങനെ കാരണം. ഈ പിള്ളേര് ഉടനെ എന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ ഞാൻ കുറ്റക്കാരിയെന്ന് പറഞ്ഞ് പറയും. അല്ല, രാജശേഖരന്റെ കഥ തന്നെ നമ്മൾ ആലോചിച്ച. എന്റെ അളിയ, രാജശേഖരന്റെ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാമെന്ന് എത്ര തവണ പറഞ്ഞെന്ന്.
ഇവിടെ വെച്ച് വിളമ്പണമോ? പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കറിയാം, ഞാൻ ശരിക്കും സംശയമല്ല, എനിക്കൊരു ദേഷ്യം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ആള് പാവാ, പുള്ളി ആള് പാവാ, അതിനുള്ള കഴിവൊന്നും ഇല്ല പുള്ളിക്ക്. ബുദ്ധി ഇല്ലല്ലോ അമ്മ, പിന്നെ എന്തിനിങ്ങനെ പേടിക്കുന്നേ? പക്ഷെ വീണ്ടും 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 എന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അതെ അളിയ, അതെ, ഓഫീസ് കാര്യം പറയാൻ വേണ്ടി മാത്രമേ സുമലത വിളിക്കുള്ളൂ. തന്നെ മണി, അതെ, ഓഫീസുകാരെ ഓഫീസിൽ നിന്ന് പറഞ്ഞു തീർത്തിട്ട് വന്നൂടെ? അല്ല, അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. വേറെ എന്തെല്ലാം കാര്യങ്ങൾ കാണും. ഇടയ്ക്കായിരിക്കും അവരിങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും 4, 3, 7 എന്ന് കൂട്ടിക്കൊണ്ടിരിക്കായിരിക്കും. അല്ല, അതിന്റെ 8 കൂടെ കൂട്ടണ്ടേ എന്നൊരു സംശയം വരുന്നത് അല്ലേ? അപ്പൊ വിളിക്കും. അതെ, നിന്റെ ഭർത്താവിനെ അങ്ങേരുടെ മനസ്സിൽ നീ അല്ലാതെ ഒരൊറ്റ മനുഷ്യരില്ല, അതെനിക്ക് ഉറപ്പാണ്. അത്രയും ശുദ്ധനായ മനുഷ്യനാ. അതെനിക്ക് ഉറപ്പാണ്. എനിക്കറിയാലോ. അല്ല, പിന്നെന്തിനാ നീ എന്റെ പിള്ളേരുടെ മുമ്പിൽ അങ്ങനെ കളിയാക്കുന്നത്? അതെന്താന്ന് വെച്ചാല് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഡോസ് കൊടുത്തില്ലെങ്കിൽ മനുഷ്യന് അഹങ്കാരം വന്നാലോ നമ്മുടെ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവാണ്. എല്ലാം സുഖമായിട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് തലയ്ക്കകത്ത് ഇത് വരും. അപ്പൊ എന്റെ തലയുടെ മേളിൽ കയറുന്നത് ഡാൻസ് ചെയ്യും. അതില്ലാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൊട്ട്. ഭയങ്കര ബുദ്ധിയന്നാടി നിന്റെ തല. പിന്നെ അല്ല, ഇതൊന്നും വേലി കൊള്ളിക്കരുത്. ഇല്ല, ലോകം കാണിക്കാതെ എങ്ങനെ വെച്ചേക്കാണ് മൂടി ബുദ്ധി. ഇനി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ എങ്ങാനും അടിച്ചിറക്കിയാ പോലും രവിയായിട്ട് എന്നെ വിട്ടു പോകില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അതെനിക്കും അറിയാടി, അങ്ങനെ ഒരു മണവുണാഞ്ചനാന്ന്. അതെ, വീട്ടിൽ നിന്ന് വരുമ്പോഴേ കുറച്ച് ചെടികൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവരാത്തത് എത്ര കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഓർക്കിഡ് അവിടെ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞ സാധനം എന്ത് കൊണ്ടുവരാത്തെ? എന്തോ ഇതൊന്ന് ഊട്ടി തന്നെ എവിടെ പോയി? ഒരു കാര്യം പറയാം. മെനക്കേടായാലും എന്ത് വിളിയ കാര്യം? അളിയ എല്ലാം കുളമാക്കിയല്ലോ അളിയ. ഞാനെന്താ കുളമാക്കി? എന്തോ കുളമാക്കിയെന്നാ? അളിയൻ ആരാ പറഞ്ഞത് സുമല എന്നെ വിളിച്ചത് ഫയലെടുക്കാനാണെന്ന്? എന്റെ അളിയൻ എവിടെ നിന്ന് എന്ന് അടിക്കുമ്പോഴേ അളിയനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, ഫയലെടുക്കാൻ വേണ്ടിയാന്ന്. അല്ലെങ്കിൽ അളിയനും പെണ്ണുപിള്ളയുടെ അടി കിട്ടിയെന്ന്. അതെ, ഞാൻ സത്യം പറയുമായിരുന്നു. അപ്പോഴാണ് അളിയൻ ഫയലെടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കിപ്പോ മണിയടുത്ത് സത്യം പറയാൻ പറ്റൂല. സുമലനെ വിളിച്ച അതിനല്ല, വേറൊരു കാര്യത്തിനായി. വേറെ കാര്യങ്ങൾക്ക് വിളിക്കാറുണ്ട്. അതല്ലെന്ന്. അതെ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നിലവിളക്ക് അതൊന്നും സുമലതയ്ക്ക് നാളെ എടുത്ത് കൊടുക്കണം. അതിനാ സുമലത വിളിച്ചത്. അത് ശരി. അപ്പൊ അളിയൻ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി സുമലതയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലേ? എന്റെ മണിക്കൂട്ട അതല്ല. അത് ശരിയായ കാര്യമല്ല. അതൊന്നും ശരിയായ കാര്യമല്ല. ഞാൻ പറയണ കേക്ക് മണിക്കൂട്ട, നാളെ സുമലതയുടെ വീട്ടിലൊരു പൂജയുണ്ട്. അപ്പൊ ആ പൂജയ്ക്ക് ഒരു നിലവിളക്ക് വേണം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ വിളക്കുണ്ട്, അത് ഞാൻ എടുത്ത് തരാന്ന് പറഞ്ഞു. ഇത് ഞാൻ മണിയെടുത്ത് പറയാൻ വന്നപ്പോഴാണ് അളിയൻ പറഞ്ഞത് ഫയൽ എടുക്കാൻ വേണ്ടിട്ടാണെന്ന്. അല്ല, ഞാൻ അറിഞ്ഞു ഇത് പിന്നെ നിലവിളക്കിനാണോ ഫയലിനാണോ? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴി? അതെ, എനിക്ക് സുമലതയുടെ അടുത്ത് ഇല്ലെന്ന് പറയാൻ പറ്റൂല, പക്ഷെ മണി അറിയാതെ എടുത്ത് കൊടുക്കാനും പറ്റൂല. അപ്പൊ അളി എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പോഴേ മണിക്കൂട്ടെ ആ വിളക്കൊന്നെടുത്ത് എന്നെ വെളിയിൽ കൊണ്ടുവന്ന് തരണം. അത് നടക്കത്തില്ല, അത് ഞാൻ എടുത്തു തരത്തില്ല. അളിയൻ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓഫറുകൾ കൊടുത്തിട്ട് അതിനെല്ലാം കൂടെ ഞാൻ വേണോ? കണ്ട പെണ്ണുങ്ങൾ ഓഫർ ഉള്ളതാ? അല്ല, ഞാൻ അതിന് കള്ളനാണോ? ഞാൻ പറയട്ടെ, ഇതിന് കള്ളത്തരമൊന്നുമില്ല. ഇത് കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞു വാങ്ങിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ, അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഒറ്റ വഴി ഞാൻ വഴി പറഞ്ഞുതരാം. അളിയൻ ഇപ്പൊ തന്നെ സുമലതയെ വിളിച്ചിട്ട് പറ, നിലവിളക്കിന്റെ കാര്യം നടക്കത്തില്ല, വേറെ നോക്കാൻ പറ. അത് പറ്റൂല. അതെ, ഞാൻ ഏറ്റുപോയ കാര്യമാണ്. അപ്പൊ അത് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സുമലതയും ഞാനും തമ്മിൽ തെറ്റും. ഓഫീസിലൊക്കെ നാണക്കേടാവും. ഞാൻ വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ല എന്ന് പറഞ്ഞ് സ്റ്റാഫുകളെല്ലാം അറിയും. മണി അറിഞ്ഞെടുത്ത് കൊടുക്കാനും പറ്റൂല ഇനി. അതല്ലേ പ്രശ്നം. അപ്പം അളിയൻ എടുത്ത് തന്നേ പറ്റുള്ളൂ. പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അളിയ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതെല്ലാം ഞാൻ സാധിച്ചു തരും. പക്ഷെ ഇക്കാര്യം നടക്കത്തില്ല. അത് നടന്നേ പറ്റുള്ളൂന്ന്. മണിക്കൂട്ടൻ വിചാരിച്ച മാത്രമേ ഇത് നടക്കുള്ളൂ, അല്ലാതെ ഇവിടെ പറ്റൂലെന്ന്. പിന്നെ ഇത് മോഷണമൊന്നും അല്ലല്ലോ, ഒരു ദിവസത്തെ കാര്യമല്ലേ. ഞാൻ വാക്ക് കൊടുത്തു സുമലതയ്ക്ക്. തിരിച്ചു കൊണ്ടുവരുമല്ലോ. പിന്നെ മറ്റന്നാ രാവിലെ കൊണ്ടുവരും. ശരിയാകത്തില്ല മണിക്കൂട്ട,
എനിക്കറിയാം അളിയന് എന്നോട് സ്നേഹം ഉണ്ടെന്ന്. അല്ല അളിയന് ഇനി ഒരു പക്ഷേ അവളുമായിട്ട് വേറെ ബന്ധങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കുടലുമാല മണിക്കൂട്ടിന് അറിയാമോ, എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് എന്റെ മനസ്സിൽ ഈ മണിക്കുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാകണ്ട. പിന്നെ ഞാൻ ഇന്ന് വരെ മണിക്കുട്ടി ഒരു കാര്യം കള്ളവും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം മണിക്കുട്ടൻ നാളെ ഞാൻ പോകുമ്പോ ഈ വിളക്കെടുത്ത് തന്നേ പറ്റും. ഓക്കെ അപ്പൊ ഓക്കെ ശരി. ഓ ഇതുപോലൊരു പുഴുങ്ങനെയാണല്ലോ ഞാൻ എന്റെ പെങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്തു. പാവം. അയ്യോ അളിയാ സുമ. തരനിന്ന തരനിന്ന സാധനം അകത്തുണ്ട്, പക്ഷെ ഇതെങ്ങനെ പൊക്കും? ശിവ ശിവ, എന്താണ് ഈ കാണുന്നത്? ഏട്ടത്തിന്റെ മനസ്സ് പൂജമുറിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കേ. എന്താ പരിപാടി? പിന്നെ ഇത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പൂജാമുറിയാ. പൂജമുറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് നോക്കിയപ്പോഴേ എന്തോ ഒരു ലക്ഷണക്കേട്. എന്തോ ഒരു ലക്ഷണക്കേട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ മനസ്സിലായെന്ന് വെച്ചാല് തന്റെ ആ വിളക്ക് അങ്ങനെ ഇരിക്കുന്നത്. നല്ല ഐശ്വര്യല്ലേ? അല്ല, അത് അസ്ഥാനത്തിരിക്കുക. വിളക്ക് അങ്ങനല്ല. ഈ മുറിയിലെ പറ്റിയ വിളക്കല്ല. നിലവിളക്ക് ഓരോ പൂജാമുറിക്ക് ഓരോ ഇനം വിളക്കുകൾ വേണം. എത്ര ലക്ഷക്കേടാണെങ്കിലും ഞാനങ്ങ് സഹിച്ചത്. ഈ വിളക്കേ എനിക്ക് അച്ഛൻ തന്ന വിളക്കാണ്, മനസ്സിലായ? അല്ല, അച്ഛൻ തന്നാണെങ്കിലും നമ്മള് ഒരു പൂജാമുറി അസ്ഥാനത്തൊന്നും കൊണ്ട് വെക്കരുത് നിങ്ങളെ. ഒരു കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. അച്ഛൻ തന്ന വിളക്കായതുകൊണ്ട് തന്നെ എനിക്കത് അച്ഛന്റെ പ്രസൻസ് പോലെയാണ്. അത് അവിടെ ഇരുന്നിട്ട് ഞാൻ ദിവസം രാവിലെ എന്ത് ചെയ്യുന്ന അറിയോ? വിളക്ക് കൊടുത്ത് തൊഴുതിന് ശേഷം ഈ വിളക്കിനൊന്ന് നമസ്കരിക്കും. അതായത് അച്ഛനെ നമസ്കരിക്കുന്ന ഫീലാണ് എനിക്ക്. അല്ല, അതിന് നീ വല്ലപ്പോഴും വീട്ടിൽ ചെന്ന് അച്ഛനെ ശരിക്കും നമസ്കരിച്ചാ പോരെ? അത് ഞാൻ വേറെ നമസ്കരിക്കുന്നുണ്ടല്ലോ, ഇത് ഞാൻ ഇവിടെ നമസ്കരിച്ചോളാം. ലക്ഷണം കേട്ടു? എന്തോ ലക്ഷണം കേട്ടു? ഒരു ലക്ഷണം കേട്ടില്ല, നല്ല വിളക്കില്ല. അല്ല, എനിക്ക് വാസ്തു ഒക്കെ ഒരു പരിധി വരെ അറിയാവേ. വാസ്തു അത് കുഴപ്പമില്ല. ഞാനിവിടെ വാസ്തു വിദഗ്ധനെ കൊണ്ടുവച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആരും പറഞ്ഞില്ലല്ലോ. എന്തോന്നു? ഇനിയിപ്പോ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മോഷണം. മോഷണോ? അല്ലല്ല, ഇത് ഈ ലക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാ. നീ എന്താ കേട്ടത്? മോഷണം? അയ്യോ, അതല്ല പറഞ്ഞത്, ലക്ഷണം എന്നാ ഞാൻ പറഞ്ഞത്. ലക്ഷണം എന്നാണല്ലേ? ക്ഷണം 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 എന്നുണ്ടല്ലോ. നിനക്ക് എന്തോ കേൾവിക്ക് കുറവുണ്ട്. സത്യം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മാറി മാറി കേൾക്കുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം. ശരി. എന്റെ ഭഗവാൻ, ഇനി ഞാൻ എന്ത് ചെയ്യും? അളിയൻ ഓരോ കാര്യങ്ങളുണ്ടാക്കിക്കൊണ്ട് വരും. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമൊന്നുമില്ല. എന്റെ അളിയ ഇതേ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പെങ്ങളെ ഇതിനെ കാണുന്ന വേറൊരു സാധനമായിട്ടാ. എന്തോന്നു? വിളക്കായിട്ട് തന്നെ. വേറെ സാധനം എന്ന് പറഞ്ഞാൽ വിളക്കായിട്ട് തന്നെ. ഈ വിളക്ക് ആരാവക്ക് കൊടുത്തതെന്നറിയാവോ? അറിയാം, ഞങ്ങളുടെ അച്ഛൻ. പുലിയുടെ കെട്ടി ഭാർഗവൻ പിള്ള. അപ്പൊ അതുകൊണ്ട് അവക്ക് അതിൻ്റെതായ ഒരു സെന്റിമെന്റ് അതിനോടുണ്ട്. എന്നും രാവിലെ ആ വിളക്കേല ഇങ്ങനെ കൈ തൊട്ട് നെഞ്ചത്ത് വെച്ചിട്ട് അവള് പോകുന്നത്. അപ്പൊ അവക്ക് അച്ഛന്റെ കാലത്തൊട്ട് വന്നിക്കുന്ന എഫക്റ്റ് തോന്നും. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എനിക്ക് അളിയൻ വിളക്കെടുത്ത് തരണം. അതെ, ഞാൻ സുമലതയോട് എന്ത് പറയും? അപ്പൊ അളിയൻ അതാ പ്രശ്നം, സുമലതയാ പ്രശ്നം. പിന്നെ പ്രശ്നമല്ലേ, ബാങ്കിൽ എല്ലാരും അറിയും ഞാൻ വിളക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. നാണക്കേടാ. പിന്നെ അളിയും പിന്നെ അളിയനിക്ക് വാക്ക് തന്നെയാണ്. വാക്കെന്ന് പറഞ്ഞാൽ ഇരുമ്പലൊക്കെ ഒന്നും അല്ല. അതെ, പുലിനട വീട്ടിൽ മണിക്കുട്ടന്റെ വാക്കാണ്, ഓർത്തോണം. എന്റെ അളിയ, അതെ, ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നും അല്ല. ഞാൻ അകത്ത് കയറി തിരിച്ചിറങ്ങുമ്പോ എന്റെ പുറകെ ഇറങ്ങി വരാൻ.
എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇത് അളിയൻ എടുത്ത് തന്നേ പറ്റുള്ളൂ. അളിയനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചത്. എന്റെ അളിയ ഇത് മോഷണ കുറ്റമായത്. മോഷണ കുറ്റം? ആ, അതിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണ കുറ്റം. അളിയനും ഇതിനകത്ത് കുറ്റവാളിയാ. അളിയൻ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധനം ഒരു ദിവസത്തേക്ക് എടുത്തോണ്ട് പോയിട്ട് അത് കാര്യം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവയ്ക്കണേൽ എന്തോ മോഷണം. അളിയ എങ്ങനെയെങ്കിലും അളിയ ഇത് എടുത്ത് തന്നേ പറ്റുള്ളൂ. ഇത് മെനക്കെട. മെനക്കെടൊന്നുമില്ല. അളിയനാകുമ്പോ കുഴപ്പമില്ല. എടുത്ത് എന്തോ കണ്ണ് കളിച്ച് കാണിക്കുന്നു. എന്താണ് കൂടിയാലോചന? ഒന്നുമില്ല. നെല്ലിക്കയില്ല. അതെ, നമ്മള് പറയുന്ന അവള് കേക്കരുത്. ഭയങ്കര സാധനം. അളിയന്റെ വീട്ട് തന്നെ. അതെ, ഇളയോളി പിങ്കി ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും കൈക്കൂലി കൊടുത്താ നമ്മുടെ കൂടെ നിന്നേന്. ഇവൾ അങ്ങനല്ല. അവിടത്തെ എന്ന് പറയും മണിക്കുട്ടി. വേണ്ട വേണ്ട, അവൾ അറിയണ്ട. ഇപ്പൊ എന്താ ഒരു വഴി ഇതെടുക്കുന്ന അവള് പറഞ്ഞു. എന്താണ് പറ. അത് ഞങ്ങൾ ഈ വിളക്കെടുക്കുന്ന കാര്യം പറഞ്ഞത്. വിളക്കെടുക്കുന്നേ എന്തിന്? പിന്നെ ഈ ചുറ്റുവിളക്ക്. അമ്പലത്തിൽ ചുറ്റുവിളക്കില്ലേ? അമ്പലത്തിൽ ചുറ്റുവിളക്ക് അളിയൻ നേന്ന്. അതിന് ഉത്സവമൊന്നും ആയില്ലല്ലോ. ഉത്സവമല്ല, നിന്റെ കല്യാണം പെട്ടെന്ന് നടക്കാൻ വേണ്ടി. 3 മാസത്തിനുള്ളിൽ നടക്കാൻ വേണ്ടി. മോളെ കല്യാണത്തിനല്ല, നമ്മുടെ ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ഒന്ന് നേർന്നത്. കല്യാണത്തിനൂടാ. കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ കല്യാണവും കൂടെ വരും. കുടുംബത്തിന്റെ ഐശ്വര്യം. പിന്നെ എന്താ വേണം നോക്ക്? എനിക്കൊന്നും വേണ്ട. എന്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അളിയ പറഞ്ഞേ, നമുക്ക് മറ്റേ കാര്യം സംസാരിക്കാം. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, വരെയൊക്കെ ചെയ്യാം. പക്ഷെ അളിയെന്ന് എനിക്കൊന്ന് വാക്കാണ് എടുത്തു തരണം. എന്ത് വാക്ക്? എന്തെടുത്തു തരണം? ഈ ചുറ്റുവിളക്ക്. മോളെ വിളക്ക് കത്തിക്കുന്ന കാര്യം. ചുറ്റുവിളക്ക് വാളിയ ഇങ്ങോട്ട് പോയി. ഇത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ രണ്ടുപേർക്ക് എന്തോ കലർത്തുന്നുണ്ടല്ലോ. കണ്ടുപിടിച്ചോളാം. പൊടി. എന്ത് ശബ്ദം കേട്ടെ? എന്റെ വിളക്ക് മോഷിക്കാൻ വന്നാണ്. എന്റെ വിളക്ക് മോഷിക്കാൻ വന്നതാണ്. മക്കളെ മാമനെ വിളി. മണിക്കുട്ടി ചേട്ടാ, എന്തോ മണിക്കുട്ടി ചേട്ടാ, എന്തോ ചേട്ടാ ഓടി വാ. ശബ്ദം ഇവിടെ നിന്നല്ലേ സൗണ്ട് കേൾക്കണേ? മണിക്കുട്ടി ചേട്ടാ, എന്തോ ചേട്ടാ, ചേട്ടാ കള്ളാ. നിങ്ങളെന്താ എല്ലാരും ഇവിടെ? ഇന്ന് നേരത്തെ അവിടെ നിന്ന് എന്റെ വിളക്ക് അവലക്ഷണമാണെന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ? ഞാൻ ഇപ്പൊ മോഷണം തെറ്റി കേട്ടതല്ല, പറഞ്ഞത് തന്നെയല്ലേ? എന്റെ വിളക്ക് എന്റെ അച്ഛൻ. എന്റെ പൊന്ന അളിയ, അളിയനപ്പം വലിയ പാരമ്പര്യവും കുടുംബത്ത് തറവാടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നല്ലേ പണി? കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ പോരാ. അല്ല, വിളക്ക് വേണമെങ്കിൽ തന്നെ മണി ചോദിച്ചാൽ മണി തരൂലായിരുന്ന? ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അച്ഛൻ തന്ന വിളക്കല്ലേ ഇത്? അത് തന്നെ എന്റെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ കാശ്. ഞാൻ തരുമായിരുന്നല്ലോ. അല്ലേ അമ്മ? ഇവര് രണ്ടുപേരും കൂടെ കുറച്ചു നേരത്തേക്ക് മുമ്പേ വിളക്കിനെ കുറിച്ച് സംസാരിക്കുന്ന കേട്ടായിരുന്നു. അങ്ങനെയാണെങ്കിലേ ഈ അച്ഛനെ ഇതിന് പങ്കുണ്ട്. അയ്യോ, അതല്ല, അത് അമ്പലത്തിലെ അതായത് ഉള്ള സത്യം ഞാൻ പറയാം. അതായത് അളിയന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുമലതയുണ്ടല്ലോ ബാങ്കില്, സുമലതയുടെ വീട്ടിൽ നാളെ പൂജയാ. എന്തിന്റെ പൂജയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നാളെ പൂജയാ. ആ പൂജയ്ക്ക് ഇവിടുത്തെ ഈ വലിയ വിളക്ക്, അതായത് നമ്മുടെ അച്ഛൻ തന്ന ഈ വിളക്ക് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഇങ്ങനെ ഏറ്റിട്ടായിരുന്നു ഓഫീസിൽ നിന്ന് വന്നത്. അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് എടുത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ഞങ്ങളുടെ അച്ഛൻ എൻ്റെ പെങ്ങൾക്ക് കൊടുത്താൽ ഒരിക്കലും ഞാൻ എടുത്തെടുത്തില്ലെന്ന്. അപ്പൊ ഇങ്ങനെ പറയുക, അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയെ ഞാൻ ഡൈവോഴ്സ് ചെയ്യുമെന്ന്.
കള്ളം മണി അത് കള്ളം കള്ളം പറയല് മണി നിന്നാണല്ല അളിയാ അങ്ങനെയാണ് ഈ സത്യം പറ സത്യം പറ അച്ഛാ. സത്യം പറ സത്യം പറ എന്താ നേരത്തെ വിളക്കിന് ഡിസ്കഷൻ. നീ പറയേ സുമലയുടെ വീട്ടിലൊരു പൂജയുണ്ട്, വിളക്ക് ചോദിച്ചു, ഞാൻ കൊടുക്കാതെ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നാണ്. അപ്പോഴാണ് ഇയാൾ ഫയലിന്റെ കാര്യം എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പറഞ്ഞ അളിയപ്പോട്ട് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഇയാളുടെ ബുദ്ധിയാണ്, ഇങ്ങനെ ബുദ്ധിയാണ്. മണി ഞാനല്ല. കള്ളം പറയരുത് മണിക്കുട്ട. അളിയന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഈ വിളക്ക് എടുത്ത് വന്നത്. രണ്ടെണ്ണം കൂടെ നമ്പറും ഇതൊക്കെ മതി. എന്തായാലും തേഞ്ഞ് പൊളിഞ്ഞല്ലേ എല്ലാം ഐഡിയയും പ്ലാനും ഒക്കെ. ചെല്ലി ഈ അളി അങ്ങോട്ട് പോ, അത് അവിടുന്ന് ഞാൻ തീർത്തോളാം. ഈ അളിയനെ മുകളിലോട്ട് കയറിക്കോ, നാളെ ഞാൻ തീർത്തോളാം. ഹലോ ഹലോ ഹലോ, ഇവിടെ എടുത്ത് അകത്ത് വച്ചിട്ട് പോയാൽ മതി. അയ്യോ അത് വെക്കണ്ട, സുമലതയ്ക്ക് കൊടുക്കണ്ടേ? ഈ വിളക്ക് എന്റെ കയ്യിലൊന്നും സാധനം ഇല്ലെങ്കിൽ തലയിൽ ഇരുന്നെ നിങ്ങളുടെ കേറുന്നുണ്ടോ മനുഷ്യ എടുത്തിട്ട്.